വെൽക്കം ടു CK മല്ലൂസ്. 25-21 എന്ന ഡ്രാമയുടെ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജനലിന്റെ ഗ്ലാസ് പൊട്ടിയത് കണ്ട് നീയൊക്കെ എന്നെ സഹായിക്കാനെന്ന് പറഞ്ഞ് വന്നിട്ട് ഇങ്ങനെയാണോ സഹായിക്കുന്നതെന്ന് ചോദിച്ച് ഇജിൻ ദേഷ്യപ്പെടുന്നു. ഹീതു സോറി പറഞ്ഞ് ഇപ്പോൾ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് അനങ്ങരുത്, കുപ്പിച്ചില് കാലിൽ കൊള്ളുമെന്ന് പറഞ്ഞ് ഇജിൻ പുറത്തുപോയി ചെരുപ്പിട്ട് കൊണ്ടുവന്ന് ഹീതുവിനെ പൊക്കിയെടുത്ത് മാറ്റി നിർത്തുന്നു. ഹീതുവിനെ ഇജിൻ അടുത്ത് വരുമ്പോഴെല്ലാം ഇപ്പോൾ എന്തോ തോന്നി തുടങ്ങിയിരിക്കുന്നു. അപ്പോഴേക്കും ശബ്ദം കേട്ട് സെങ്വങ്ങിന്റെ അമ്മ ഓടി അവിടെ എത്തുന്നു. എന്റെ കയ്യിൽ നിന്ന് പറ്റിയതാണെന്ന് സെങ്വങ് പെട്ടെന്ന് വിളിച്ചു പറയുന്നുണ്ട്. അടുക്കിപ്പറിക്കെല്ലാം വെച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ജനാനെ ശരിയാക്കി തരാം, അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സെങ്വങ് പറയുന്നു. ജനാലിൽ ഒട്ടിച്ചിരിക്കുന്ന സെക്സി ഫോട്ടോ കണ്ട് അതെനിക്ക് കാണാനാണോ എന്ന് ഇജിൻ ചോദിച്ചപ്പോൾ അത്രയും വലിയ പേപ്പർ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന അവൾ വീണ്ടും പറയുന്നുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീതു മാത്രം സൈലന്റ് ആയിരുന്നു. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴും ഇജിൻ തന്നെ പൊക്കിയെടുത്ത് ഓർത്തപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ട്. അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട്സിൻ്റെ കാര്യം ഓർത്തപ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം കയറുന്നു. അങ്ങനെ പരിസരം മറന്നിരുന്നതിനാൽ അമ്മ മുറിയിലെത്തിയത് അവൾ അറിഞ്ഞില്ല. ടീപ്പോയി നിറയെ ഹീതു സ്റ്റിക്കറിന് വേണ്ടി മാത്രം വാങ്ങിയ സ്നാക്സ് നിർത്തിയിരിക്കുന്ന കണ്ട് നീ സ്റ്റിക്കറിന് വേണ്ടിയാണോ ഇതെല്ലാം വാങ്ങിക്കൂട്ടിയത്? ഇങ്ങനെ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്ന നിർത്താൻ നിനക്ക് ഉദ്ദേശമില്ലേ? പത്രസമ്മേളനത്തിലും നീ കാണിച്ചു തൊട്ട് ശരിയായില്ല എന്ന് പറഞ്ഞ അമ്മ അവളെ വഴക്ക് പറയുന്നു. ഗോൾഡ് മെഡൽ ഞാൻ മോഷ്ടിച്ചതാണ് എന്ന രീതിയിലല്ലേ അമ്മ പറഞ്ഞത് എന്ന് ഹീതു ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? നീ എൻ്റെ മകളാണെന്ന് കരുതി നിന്റെ സൈഡിൽ നിൽക്കണമായിരുന്നു. ന്യൂസ് തമാശയാണെന്നാണോ നീ കരുതുന്നതെന്ന് അവർ ചോദിക്കുന്നു. ആ വരി വായിച്ചപ്പോൾ അമ്മയ്ക്ക് എന്നോട് കുറച്ചെങ്കിലും സോറി തോന്നിയിരുന്നെന്ന് ഹിതു അപ്പോൾ ചോദിക്കുന്നുണ്ട്. തോന്നിയാൽ തന്നെ എന്താണ് വ്യത്യാസം? ഞാൻ വായിക്കുന്ന ഓരോ വാർത്തയിലും ഒരു ഇരി ഉണ്ടായിരിക്കും എന്ന് കരുതി ഞാൻ ഓടി നടന്ന് അവരോടെല്ലാം ക്ഷമ പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ആരോട് സോറി തോന്നേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്. നിന്റെ കാര്യത്തിലും അതിന് മാറ്റമൊന്നുമില്ല എന്ന് അവർ പറയുന്നു. ഹിതു വിഷമത്തോടെ എഴുന്നേറ്റ് മുറിയിൽ കയറി വാതിലടച്ചിട്ട് അമ്മ എന്തായാലും എനിക്ക് വേണ്ടി അമ്മയുടെ രീതിയിലൊന്നും ഒരു മാറ്റവും വരുത്തണ്ട, എൻ്റെ കാര്യത്തിൽ ഇടപെടുകയും വേണ്ട എന്ന് പറഞ്ഞ് ജനലും അടയ്ക്കുന്നു. ഹിതുവിൻ്റെ അമ്മയ്ക്ക് അവളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. ഹീതുവിന്റെ കൊച്ചി TV സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ അവൾ ഉപേക്ഷിച്ചു പോയ ഗോൾഡ് മെഡൽ അവരെ ഏൽപ്പിച്ചിരുന്നു. അവർ തന്നെ നേരിട്ട് അത് ഹീതുവിനെ ഏൽപ്പിക്കണം. കാരണം ന്യൂസിൽ മോഷ്ടിച്ച ഗോൾഡ് മെഡലാണ് എന്ന് നീ പറഞ്ഞു കേട്ടപ്പോഴുള്ള ഹീതുവിന്റെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാം. മുമ്പ് ഞാനും ഇതുപോലൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയതാണെന്ന് കോച്ച് അവരോട് പറഞ്ഞിരുന്നു. കോച്ചിന്റെ ഫ്രണ്ട് ആയിരുന്ന സമയത്താണ് അവർ കുട്ടികളുടെ പേരൻസിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയാണ് ആ ആഡംബരക്കാർ വാങ്ങിയത് എന്ന് ഹീതുവിന്റെ അമ്മ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനെക്കുറിച്ചാണ് കോച്ച് അപ്പോൾ സൂചിപ്പിച്ചത്. അടുത്ത ദിവസം ഇജിന് എമർജൻസി ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ടി വരുന്നു. എന്ന് റിപ്പോർട്ടിംഗ് ടൈമിൽ ഫോണിന് വേണ്ടിയുള്ള ഓർഡർ നടത്തേണ്ടി വരുന്നതിനാൽ ഇത്തവണ അവൻ വെൽ പ്ലാൻഡായി മുന്നേ തന്നെ ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ കഷ്ടകാലം എന്നല്ലാതെ എന്തു പറയാൻ, ലൈവായി ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ്റെ ലാപ്ടോപ്പ് ബ്ലൂ സ്ക്രീൻ അടിച്ചു നിൽക്കുന്നതിനാൽ ന്യൂസ് അവന് പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച ഇജിൻ ഫോൺ കട്ട് ചെയ്യുന്നു. TV സ്റ്റേഷനിൽ അതൊരു വലിയ ഇഷ്യൂ ആകുന്നുണ്ട്. തിരിച്ചെത്തിയ അവനെ ന്യൂസ് വായിച്ചു കഴിഞ്ഞിറങ്ങി വന്ന ഹിതുവിൻ്റെ അമ്മ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മോശം ദിവസത്തിന്റെ വീലുമായാണ് അവൻ വീട്ടിലേക്ക് പോയത്. ഗേറ്റിന് മുന്നിൽ ഒരു കവർ തൂക്കിട്ടിരിക്കുന്നത് കണ്ട് അവനടുത്ത് നോക്കുന്നു. ഹീതു ആ കേക്കിന്റെ 3-4 കവർ അതിൽ വെച്ചിട്ട് ഒരു കുറിപ്പും വെച്ചിരുന്നു. ന്യൂസ് ഞാൻ കണ്ടു, സാരമില്ല, ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ്, ചീറപ്പാകാൻ ഇത് കഴിച്ചോ, കവറിനുള്ള സ്റ്റിക്കർ കളയാതെ എനിക്ക് തിരിച്ചു തരണമെന്ന് അവൾ അതിൽ എഴുതിയിരുന്നു. വാർത്തക്കിടയിൽ താൻ ഫോൺ വെച്ച വിവരം അവൾ അറിഞ്ഞതിൽ ഇജിന് നാണക്കേട് തോന്നുന്നുണ്ട്. യൂറിൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് തന്റെ കീറിയ ഗ്ലൗസ് അമ്മയെ കാണിച്ചിട്ട് ഇതൊന്നും തയ്ച്ചു തരണമെന്ന് പറയുന്നു. ഇതിപ്പോൾ ഞാൻ കുറേ തവണ തയ്ച്ചതല്ലേ, നമുക്ക് നാളെ ഒരു പുതിയത് വാങ്ങാം എന്ന് അമ്മ പറഞ്ഞെങ്കിലും അതിന്റെ ആവശ്യമില്ല, തയ്ച്ചാൽ ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ എന്ന് യൂറിൻ പറയുന്നു. അപ്പോഴാണ് അവളുടെ അമ്മയുടെ ഒരു ഫ്രണ്ട് വെപ്രാളത്തിൽ ഓടി വന്ന് യൂറിമിന്റെ അമ്മ മെഷീൻ വാങ്ങാനും മറ്റും ഗ്യാരണ്ടി നിന്ന അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പുകാരൻ ഒളിച്ചോടിയെന്ന് അറിയിക്കുന്നത്. യൂറിമിന്റെ അമ്മ അവിടെ ചിട്ടിക്ക് കൊടുക്കുന്ന പോലെ സേവ് ചെയ്യാനായി കുറെ പണം നൽകിയിട്ടുണ്ടായിരുന്നു. അതുമെല്ലാമായാണ് അവർ പോയതെന്നറിഞ്ഞ് അവർ വെപ്രാളത്തോടെ അവിടെ കൂടുന്നു. പണം നഷ്ടപ്പെട്ട കുറെ പേർ അവിടെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു. യൂറിമിന്റെ അമ്മ ആകെ തളർന്നു പോകുന്നുണ്ട്. പുറകെ ചെന്ന് എന്താണ് പ്രശ്നമെന്ന് അന്വേഷിച്ച് യൂറിമിനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഒന്നുമില്ല എന്ന് പറഞ്ഞ് അമ്മ കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷേ രാത്രിയിൽ അമ്മ തനിച്ചിരുന്ന് പൊട്ടിക്കരയുന്നത് യൂറിം കാണുന്നുണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. അടുത്ത ദിവസമായിരുന്നു യൂറിമിന് ഹീതുവിനുള്ള അച്ചടക്ക കമ്മിറ്റിയുടെ ശിക്ഷാവിധി. പത്രസമ്മേളനത്തിലെ 2 പേരുടെയും പെരുമാറ്റം ഫെൻസിങ്ങിനെ അപമാനിക്കുന്ന രീതിയിലായതിനാൽ കടുത്ത ശിക്ഷ നൽകേണ്ടതാണെങ്കിലും ഫെൻസിങ്ങിന് രാജ്യാന്തര തലത്തിൽ 2 പേരും നൽകിയിട്ടുള്ള നേട്ടങ്ങൾ പരിഗണിച്ച് ശിക്ഷ 3 മാസത്തെ സസ്പെൻഷനായി കുറയ്ക്കുന്നു. എത്രയും പെട്ടെന്ന് ട്രെയിനിങ് സെന്ററിൽ നിന്ന് മുറി ഒഴിഞ്ഞ് പോകാൻ 2 പേർക്കും നിർദ്ദേശം ലഭിക്കുന്നു. ഹീതു റൂമിലേക്ക് നടക്കുമ്പോഴാണ് യൂറിമിനെ ഗോൾഡ് മെഡൽ നഷ്ടപ്പെടുത്തിയതിന് അവിടെയുള്ള ഒരാൾ വഴക്ക് പറയുന്നവൾ കേട്ടത്. മറിഞ്ഞു നിന്ന് അവൾ അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഇതൊരിക്കലും ആവർത്തിക്കാൻ ഇടയാവരുത്, ഇടയായാൽ നിന്റെ സ്റ്റാർ പദവി നഷ്ടപ്പെടും, 2 സ്റ്റാർ ഉണ്ടാവാൻ എന്തായാലും പറ്റില്ല എന്നൊക്കെ അവർ അവളോട് പറയുന്നു. ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാമെന്ന് യൂറിൻ പറയുന്നു. കൂട്ടത്തിൽ മടിച്ചാണെങ്കിലും എനിക്ക് കിട്ടാറുള്ള സ്കോളർഷിപ്പ് തുക കുറച്ച് അഡ്വാൻസായി കിട്ടാൻ വഴിയുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല, ചോദിച്ചു നോക്കാമെന്ന് അവർ പറയുന്നുണ്ട്. യൂറിൻ വല്ലാത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് ഹീതുവിന് മനസ്സിലാക്കുന്നു. അവൾ മുറിയിലെത്തി സാധനങ്ങൾ അടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ യൂറിൻ അവിടേക്ക് കയറി വന്നെങ്കിലും അല്പസമയത്തിനുള്ളിൽ തന്നെ അസ്വസ്ഥതയോടെ അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ഹീതു സാധനങ്ങളും എടുത്ത് പോകാൻ ഇറങ്ങിയപ്പോൾ സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്ത് നിന്ന് ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്നതിനാൽ എല്ലാവരും ട്രെയിനിങ് പോയിരിക്കുന്ന സമയത്ത് ആരാണത് എന്നറിയാൻ അവൾ അവിടേക്ക് ചെല്ലുന്നു.
സ്വിമ്മിംഗ് പൂളിന്റെ ഏറ്റവും മുകളിലെ ഡൈവിംഗ് തട്ടിൽ നിന്ന് സ്വയം മറന്നതുപോലെ പാട്ട് കേൾക്കുന്ന യൂറിമിനെ കണ്ട് അവൾ ഞെട്ടുന്നു. അവൾ നോക്കി നിൽക്കെ കരഞ്ഞുകൊണ്ട് യൂറിൻ പുറംതിരിഞ്ഞു നിന്ന് അവിടെ നിന്ന് താഴേക്ക് ചാടുന്നു. ഹീതു ഞെട്ടി നിലവിളിക്കുന്നുണ്ട്. വെള്ളത്തിനടിയിലേക്ക് പോയ യൂറിൻ പൊങ്ങി വരാത്തത് കാരണം അവൾ പേടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോഴാണ് മറുവശത്തായി യൂറിൻ നീന്തിയെടുത്തത്. അവിടെ നിന്ന് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. യൂറിമും തന്നെ പോലെ തന്നെ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്ന് ഹീതുവിന് അപ്പോൾ തോന്നുന്നു. അവൾ വിഷമത്തോടെ തിരിഞ്ഞു നടക്കുന്നു. മുമ്പ് ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ മുറിയിൽ യൂറിമിന്റെ നനഞ്ഞ വസ്ത്രങ്ങൾ കിടന്നിരുന്ന ഓർമ്മ വന്ന ഹീതുവിന് മുമ്പും അവൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നു. അന്ന് രാത്രി ചാറ്റ് ഫ്രണ്ടിനോട് ഹീതു അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. എനിക്ക് മുമ്പ് അവളോട് വെറുപ്പായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാനാകെ കൺഫ്യൂഷനിലാണെന്ന് ഹീതു പറയുന്നു. എന്നെങ്കിലും അവൾ നിന്റെ മനസ്സറിഞ്ഞേക്കും എന്ന് ചാറ്റ് ഫ്രണ്ടായ യൂറിം അവൾക്ക് മറുപടി നൽകുന്നുണ്ട്. നമുക്ക് തമ്മിൽ കണ്ടാലോ എന്ന് യൂറിം ചോദിക്കുന്നുണ്ട്. അടുത്ത ദിവസം രണ്ടുപേരും സസ്പെൻഷന്റെ കാര്യം കോച്ചിന് മുന്നിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. തിരിച്ചു പോകുന്നവരെ പഴയതുപോലെ ഇവിടെ ട്രെയിനിങ് തുടരാൻ കോച്ച് നിർദ്ദേശിക്കുന്നു. ഹീതുവിനോട് തനിച്ചൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു നിർത്തിയിട്ട് റിപ്പോർട്ടർ ഇജിനെ പരിചയമുണ്ടോ എന്ന് കോച്ച് ചോദിക്കുന്നു. അവൻ റിപ്പോർട്ടർ ആകുന്നതിന് മുമ്പേ ഉള്ള പരിചയമാണെന്ന് ഹീതു പറഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിൽ എത്രമാത്രം അടുപ്പമുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അവനുമായി കൂടുതൽ അടുക്കാതിരിക്കുന്നതാണ് ഒരു ഫെൻസർ എന്ന നിലയിൽ നിനക്ക് നല്ലത് എന്ന് കോച്ച് അവളെ ഉപദേശിക്കുന്നു. കോച്ചിന്റെ ഉപദേശം മനസ്സിലുണ്ടായിരുന്നെങ്കിലും വീട്ടിലേക്കുള്ള ബസ്സിലിരിക്കുമ്പോൾ ഇജിൻ ആ ബസ്സിലേക്ക് കയറുന്നത് കണ്ടപ്പോൾ അവൾ അതൊക്കെ മറന്ന് കൈ ഉയർത്തി അവനെ അടുത്തേക്ക് വിളിക്കാൻ തുടങ്ങിയെങ്കിലും അവൻ അവളെ കാണാഞ്ഞതിനാൽ മുന്നിലുള്ള ഒരു സീറ്റിലിരിക്കുന്നു. ഹീതു അവനെ വിളിക്കാൻ പോയില്ല. ബസ്സിലിരുന്നും ഇജിൻ ഫോണിലൂടെ ആരോടൊക്കെ സംസാരിച്ച് ജോലി തിരകളിൽ മുഴുകുന്ന അവൾ കാണുന്നുണ്ട്. സ്റ്റോപ്പിലെത്തി ഇറങ്ങാൻ എഴുന്നേറ്റപ്പോഴാണ് ഇജിൻ ഹിതുവിനെ കണ്ടത്. അവളും അപ്പോൾ കണ്ടതുപോലെ അവനോട് സംസാരിക്കുന്നു. ഇജിൻ പോക്കറ്റിൽ കരുതിയിരുന്ന സ്റ്റിക്കർ എടുത്ത് അവളുടെ കയ്യിൽ പിടിപ്പിച്ചപ്പോൾ ഇതിങ്ങനെ കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നു. വഴിയിൽ വെച്ചങ്ങനെ നിന്നെ കണ്ടാലോ എന്ന് കരുതി കൊണ്ടുവന്നതാണ് എന്ന് അവൻ പറയുന്നു. പത്രത്തിൽ ടീനേജേഴ്സ് ഓൺലൈൻ ചാറ്റ് റൂമിൽ മുഴുകുന്നതിനെ കുറിച്ച് നെഗറ്റീവായുള്ള ഒരു വാർത്ത കാണിച്ചിട്ട് ഇത് കണ്ട ഞാൻ നിന്റെ കാര്യം ഇപ്പോൾ ചിന്തിച്ചേ ഉള്ളൂ എന്ന് ഇജിൻ പറയുന്നു. ഹീതുവിന് ദേഷ്യം വരുന്നുണ്ട്. ബസ് അപ്പോഴേക്കും സ്റ്റോപ്പിൽ എത്തിയിരുന്നതിനാൽ അവൾ വേഗം ഇറങ്ങി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയെങ്കിലും നീ ഇത്ര ധൃതിയിൽ എവിടെ പോകുന്നു, നമ്മൾ ഒരു വഴിക്കല്ലേ എന്ന് പറഞ്ഞ് ഇജിൻ അവളെ പിടിച്ചു നിർത്തുന്നു. ഒരുമിച്ച് പോകാനും മാത്രം നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ഹീതു ചോദിച്ചപ്പോൾ നീ എനിക്ക് കുറച്ച് പൈസ തരാനുണ്ടല്ലോ, അതിന് എനിക്കൊരു ഐസ്ക്രീം വാങ്ങിത്തരാൻ അവൻ പറയുന്നു. ഐസ്ക്രീം വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇനി ബാക്കിയുള്ളതിന് അടുത്ത തവണ ഒരു ഐസ്ക്രീം കൂടി വാങ്ങി തന്നാൽ മതി എന്ന് ഇജിൻ പറയുന്നു. പക്ഷേ ഹീതു പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് നീട്ടിയിട്ട് ഇതോടെ നമ്മുടെ ഇടപാട് തീരും എന്ന് പറയുന്നു. നിനക്കിന്ന് എന്ത് പറ്റിയെന്ന് ഇജിൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഹിതു തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നു. അതുവഴി വന്ന ഒരു സ്കൂട്ടറുകാരൻ അപ്പോൾ അവളെ ഇടിക്കേണ്ടതായിരുന്നു. ഇജിൻ പെട്ടെന്ന് അവളെ പിടിച്ച് വലിച്ചെടുപ്പിക്കുന്നതിനാൽ അപകടം ഒഴിവാകുന്നു. പക്ഷേ വലിച്ചെടുപ്പിക്കുന്നതിനിടയിൽ ഹിതുവിന്റെ മുഖത്ത് ഐസ്ക്രീം പറ്റിയിരുന്നു. ഇജിനത് തുടച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ മനഃപൂർവ്വം അവൻ കുറച്ച് ബാക്കി വെക്കുന്നു. വീടിന് മുന്നിലെത്തി ഹീതു യാത്ര പറഞ്ഞപ്പോഴൊക്കെ അവൻ ചിരിയടക്കാൻ പാടുപെടുകയായിരുന്നു. അവൾ അകത്തേക്ക് കയറിപ്പോയപ്പോൾ അവൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അകത്ത് ചെന്ന ഹീതു ഷൂ ഉരിടാൻ തുടങ്ങുമ്പോൾ കണ്ണടിയിൽ മുഖം കാണുന്നു. ഇജിൻ ചിരിയടക്കാൻ പാടുപെട്ടതിന്റെ കാര്യം അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവൾ വേഗം അസ്വസ്ഥയോടെ തിരിഞ്ഞോടുന്നുണ്ട്. പക്ഷെ അത് പ്രതീക്ഷിച്ചെന്നോണം ഓടത്തിന് നിന്നിരുന്ന ഇജിൻ അവളെ പിടിച്ചു നിർത്തുന്നു. അവൻ തമാശയ്ക്കാണ് അങ്ങനെ ചെയ്തതെങ്കിലും ഹീതു അവനോട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ഞാൻ കൊച്ചുകുട്ടിയാണ് എന്ന രീതിയിലാണ് നീ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് എനിക്കറിയാം, പക്ഷേ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോകുന്നു. ഇജിൻ അങ്ങനെ ഒരു റിയാക്ഷൻ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. രാത്രി സോറി പറഞ്ഞ് അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോഴും ജനലിൽ ഒട്ടിച്ചിരുന്ന പെണ്ണിന്റെ പടത്തിന് ഹീതു പേന കൊണ്ട് ഡ്രസ്സ് വരച്ചു വെച്ചിരിക്കുന്ന കണ്ട് അവന് ചിരി വരുന്നു. ഇജിന്റെ വീട്ടിൽ സാധനങ്ങൾ അടുക്കി വെക്കാൻ പോയ ദിവസം യൂറിമിന് ഹിപ്പ് ഹോപ്പ് സ്റ്റൈൽ മ്യൂസിക് ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ട് ജിവോങ് തന്റെ പതിവ് സ്റ്റാൻഡേർഡ് മൊത്തത്തിൽ മാറ്റി ഹിപ്പ് ഹോപ്പ് സ്റ്റൈലിൽ ഡ്രസ് ചെയ്ത് യൂറിമിന്റെ ഷോപ്പിന് മുന്നിലെത്തുന്നു. അവന്റെ കോമാളി വേഷം കണ്ട് മറ്റു കുട്ടികളൊക്കെ കളിയാക്കുന്നുണ്ടെങ്കിലും അവന് അത്ര കാര്യമാക്കുന്നില്ല. യൂറിമിന്റെ ഷോപ്പ് താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണെന്ന് ബോർഡ് വെച്ചിരിക്കുന്ന കണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൻ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് യൂറിം അവിടേക്ക് വന്നത്. നിന്റെ ഡ്രസ്സിന് ഇത് എന്ത് പറ്റിയെന്ന് അവൾ അമ്പരപ്പോടെ ചോദിക്കുന്നു. നിനക്ക് ഹിപ്പ് ഹോപ്പ് സ്റ്റൈൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും ഇപ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെന്ന് അവൻ പറയുന്നു. എനിക്ക് റോക്ക് മ്യൂസിക്കിലും ഹിപ്പ് ഹോപ്പിലും തമ്മിൽ ഇഷ്ടം അതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ എനിക്കിഷ്ടം വേറെയാണ് എന്ന് യൂറിം പറഞ്ഞപ്പോൾ ജിവോങ് ചമ്മുന്നുണ്ട്. ഷോപ്പ് അടച്ചിട്ടിരിക്കുന്നതിൻ്റെ കാരണം അവൻ തിരിഞ്ഞപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. നിന്റെ കൂടെ ആയിരിക്കുമ്പോൾ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എൻ്റെ ഈ സൈഡ് നിന്നെ കാണിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ മടിച്ചത് എന്ന് യൂറിം പറയുന്നു. എൻ്റെ ഈ വേഷം കണ്ടിട്ടും നിനക്കെൻ്റെ മനസ്സ് മനസ്സിലാകുന്നില്ലേ, എങ്കിൽ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് ജിവോങ് പിണങ്ങിപ്പോകാൻ തുടങ്ങിയെങ്കിലും ഇനി ഞാനങ്ങനെ മടിച്ചു നിൽക്കില്ല എന്ന് പറഞ്ഞ് യൂറിം അവനെ പിടിച്ചു നിർത്തുന്നു. എങ്കിൽ നാളെ എൻ്റെ കൂടെ ഒന്ന് ഔട്ടിങ്ങിന് വരാമോ എന്ന് ജിവോങ് ചോദിച്ചപ്പോൾ നാളെ എനിക്ക് മറ്റൊരു പ്രധാന കാര്യമുണ്ട് എന്ന് അവൾ പറയുന്നു. അതനുസരിച്ച് അടുത്ത ദിവസം രാവിലെ തന്നെ യൂറിം റെഡിയായി ക്യാമറയ്ക്ക് വേണ്ടി ഓൺലൈനിൽ കൂടി പരിചയപ്പെട്ട ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ്. ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ക്യാമറ എന്നവൾ പറഞ്ഞപ്പോൾ നീ ഒരു സെലിബ്രിറ്റി അല്ലേ, ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാതെ ഒരാളിനെ തനിച്ച് കാണാൻ പോകണ്ട, ഞാൻ കൂടി വരാം, ആള് കുഴപ്പമില്ലെന്ന് കണ്ടാൽ ഞാൻ ഉടനെ പോയേക്കാമെന്ന് പറഞ്ഞ് ഇജിൻ പെട്ടെന്ന് റെഡിയാക്കാൻ പോകുന്നു. ഹീതുവുമായി മീറ്റ് ചെയ്യാനുള്ള ഒക്കെ ആയിരുന്നു അത്. ഹീതുവും ചാറ്റ് ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് പരസ്പരം തിരിച്ചറിയാൻ ഒരു മഞ്ഞ റോസും വാങ്ങി കയ്യിൽ പിടിച്ച് അവൾ പറഞ്ഞിരുന്ന സ്ഥലത്തേക്ക് പോകുന്നു. യൂറിം മഞ്ഞ റോസും കയ്യിൽ പിടിച്ച് അവിടെ കാത്തു നിൽക്കുകയാണ്. കുറച്ചു മാറി ഇജിൻ നിൽപ്പുണ്ട്. പരിചയപ്പെട്ട് 3 വർഷമായിട്ട് നിനക്ക് ആ ഫ്രണ്ടിന്റെ പേരും വയസ്സും ജെൻഡറും ഒന്നും അറിയില്ലേ എന്ന് ഇജിൻ ചോദിച്ചപ്പോൾ അതൊന്നും ഷെയർ ചെയ്യേണ്ടതെന്ന് ഞാനാണ് പറഞ്ഞത്.
ഞാൻ യൂറിമാണെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് അതുപോലെ സംസാരിക്കാൻ കഴിയണമെന്നില്ല. ഡീറ്റെയിൽസ് അറിയാതിരിക്കുന്നതാണ് പരസ്പരം കൂടുതൽ ആഴത്തിൽ സംസാരിക്കാൻ നല്ലതെന്ന് യൂറിൻ പറയുന്നു. അപ്പോഴാണ് മഞ്ഞ റോസ് കയ്യിൽ പിടിച്ച് നടന്നു വരുന്ന ഹീതുവിനെ അവൾ കണ്ടത്. അവളായിരിക്കുമോ തന്നെ കാണാൻ വരുന്നത് എന്ന് തോന്നിയ യൂറിൻ ഓടിച്ചെന്ന് കയ്യിലിരുന്ന് മഞ്ഞ പോയി ഇജിൻ്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് ഓടിപ്പോകുന്നു. ഇതിന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഹീതുവിനെ കണ്ടത്. അവന് എന്തായിരിക്കും സംഭവം എന്ന് ഏകദേശം പിടികിട്ടുന്നുണ്ട്. അപ്പോഴേക്കും ഹീതു അവനെ കണ്ടിരുന്നു. പൂവും പിടിച്ചുള്ള ഇജിൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ ചാറ്റ് ഫ്രണ്ട് അവനാണ് എന്ന് അവൾ കരുതുന്നു. ഹീതു അവൻ്റെ അടുത്തേക്ക് ചെന്ന് ഇത്ര നാളും എനിക്ക് ആശ്വാസമായി കൂടെ ഉണ്ടായിരുന്ന ചാറ്റ് ഫ്രണ്ട് നീ ആയിരുന്നെങ്കിൽ നിന്നെ എനിക്ക് വേണം എന്ന് പറയുന്നു. ഇജിൻ അത് കേട്ട് അമ്പരം നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.